ചേച്ചി എന്തിനാ ബസ്സും വണ്ടിയൊക്കെ പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നേ? കുഴിപ്പളത്താനങ്ങ് നിന്നാ പോരെ. ആടി ഞാനിത് കേക്കണം. അവള് പറഞ്ഞ കേട്ടാ ഞാൻ എന്തിനാണ് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരുന്നേന്ന്. അല്ല കൊച്ചു പറഞ്ഞ സത്യമല്ലയോ? നീ എന്തിനാ ഓടിപ്പിടിച്ച് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് തന്നെ, നീ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ചാടി ഓടി ഇങ്ങോട്ട് പറഞ്ഞ? കൊള്ളാലോ, എല്ലാരും കൂടെ എന്നെ വളഞ്ഞിട്ട് വാരിയാ. ലക്ഷ്യം കൂടെ ഇവിടെ ഇല്ലെങ്കിലേ കാണായിരുന്നു. அது நீ சொன்ன கரெக்ட் தான். நீ இங்க இல்லைன்னா வீடெல்லாம் தூங்கின மாதிரி இருக்கும். അങ്ങനെ ഓരോരോ പ്ലസ് പോയിന്റ് അങ്ങ് പറഞ്ഞു കൊടുക്കല്ലേ. ചേച്ചിയുടെ ഒരു പ്ലസ്, എനിക്ക് എത്ര പേന ഉണ്ടായിരുന്നറിയോ? അതൊക്കെ ഞാൻ സൂക്ഷിച്ചു വെക്കും. വെളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കാണാതെ. ഇനി നോക്കിയോ, എന്റെ പേന ആരും കാണൂല. ഓ പിന്നെ അല്ലെങ്കിൽ തനിക്ക് പേന കിട്ടിയിട്ട് എന്ത് ചെയ്യാനാണ്? പറയണ പറച്ചിലായിട്ട് വലിയ എന്തോ പഠിപ്പിച്ചിട്ട പോലെയാ. அப்படி சொல்லாத லெச்சு, அவ பேனை வச்சு ரொம்ப அழகா டிரா பண்றா. பெரிய ஆர்டிஸ்ட். അങ്ങനെ എന്റെ പ്ലസും പറഞ്ഞു കൊടുക്ക്. എല്ലാരും ഒന്ന് സംസാരം നിർത്തിയായിരുന്നെങ്കിൽ ഞാനൊരു സാധനം കാണിച്ചു തരായിരുന്നു. എന്തുവാ? എനിക്ക് 2 പേന ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആറു ഒന്ന് സൂക്ഷിച്ചു നോക്ക്. നിന്റെ ആണ്. ഒന്ന് എനിക്ക് സോഫയിൽ നിന്ന് കിട്ടിയാണ്, ഒന്ന് മെനങ്ങാന്നാണെന്ന് തോന്നണം ഹാളിൽ നിന്ന് കിട്ടിയാണ്. സൂക്ഷിച്ചു നോക്ക്. നിന്റെ ആണ്. ഇതെന്റെ അല്ല. ഉറപ്പാണ്? ഇത് നിന്റെ ആണ്? എന്റെ അല്ലെന്ന് തോന്നുന്നു. നിന്റെ അല്ല. നിന്റെ ആണോ ലച്ചു? ഇതെന്റെ പേനയാ. ഇത് ഞാൻ വാഴക്കാലന്ന് മേടിച്ചത്. ഇത് ആ വാഴക്കാലേ നീ മേടിച്ച. ഇത് ഇതെവിടുന്നാ കിട്ടിയേ? ഇത് 2 ആഴ്ച മുന്നേ എന്റെ കയ്യിൽ നിന്ന് മിസ്സായ പേനയാ. ആണോ? നിന്റെ ഭർത്താവ് എന്നത് വാഴക്കാല പേനയുടെ ബിസിനസ് തുടങ്ങിയിരിക്കണ. ഇത് നിനക്ക് അവിടെ നിന്ന് കിട്ടേ? അല്ല, ഇത് 2 ആഴ്ച മുന്നേ കളഞ്ഞു പോയതാ. കൊള്ളം, കള്ളം പറയല്ലേ ലച്ചു. ഈ 2 പേന എന്റെ പേനയാണ്, നിന്റെതും അല്ല അവളതും അല്ല. പക്ഷേ സത്യം പറഞ്ഞതുകൊണ്ട് ഈ പേനയും പാറൂട്ടന്. ഇതിപ്പോ പണ്ട് മരംവെട്ടുകാരന്റെ കഥ പറഞ്ഞ പോലെ ആയല്ലോ. എന്ത് കഥ? അത് കുഞ്ഞിനറിയത്തില്ല മരംവെട്ടുകാരന്റെ കഥ? പണ്ടേ ഒരു മരംവെട്ടുകാരൻ മരം വെട്ടിക്കൊണ്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കോടാലി വെള്ളത്തിൽ പോയി. വെള്ളത്തിൽ പോയപ്പോ അദ്ദേഹം നിന്ന് കരഞ്ഞു. അപ്പം വെള്ളത്തിൽ നിന്ന് ഒരു ജലദേവത ഇങ്ങനെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. ജലദേവതയാ? ജലദേവത പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, മരംവെട്ടുകാരനോട് ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന്. അപ്പൊ പറഞ്ഞു എന്റെ കോടാലി വെള്ളത്തിൽ പോയെന്ന്. പെട്ടെന്ന് ജലദേവത പോയിട്ട് ഒരു സ്വർണ്ണ കോടാലി എടുത്തോണ്ട് വന്നു. എന്നിട്ട് മരംവെട്ടുകാരനോട് ചോദിച്ചു ഇതാണോ നിന്റെ കോടാലിന്ന്. അപ്പൊ മരംവെട്ടുകാരൻ പറഞ്ഞു ഇതല്ല എന്റെ കോടാലിന്ന്. ഇതങ്ങ് എടുത്തുകൂടായിരുന്നോ? ഞാൻ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കേറല്ലേ. വീണ്ടും ജലദേവത വെള്ളത്തിൽ പോയിട്ട് ഒരു വെള്ളി കോടാലി എടുത്തോണ്ട് വന്നു. അപ്പൊ മരംവെട്ടുകാരൻ പറഞ്ഞു ഇതും അല്ല എന്റെ കോടാലിന്ന്. അത് എടുത്തോടായിരുന്നോ? എന്റെ പാറു, ഞാൻ കഥ പറയണോ? എന്നാ മിണ്ടാതെ അവിടെ ഇല്ല. എന്നിട്ട് വീണ്ടും പോയിട്ട് മരംവെട്ടുകാരന്റെ ശരിക്കുള്ള കോടാലി എടുത്തോണ്ട് വന്നു. അപ്പൊ കണ്ടപ്പോ തന്നെ മരംവെട്ടുകാരൻ പറഞ്ഞു ഇതെന്റെ കോടാലിയാന്ന്. അപ്പൊ ജലദേവതയ്ക്ക് ഭയങ്കര സന്തോഷമായി. എന്താന്നറിയാവോ? എന്താ? മരംവെട്ടുകാരൻ സത്യസന്ധമായിട്ട് പറഞ്ഞില്ലേ, കള്ളം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് ഈ 3 കോടാലി എന്ന് പറഞ്ഞാ സ്വർണ്ണക്കോടാലി, വെള്ളിക്കോടാലി, മരംവെട്ടുകാരന്റെ ഒറിജിനൽ കോടാലി, ഇത് 3ഉം മരംവെട്ടുകാരന് കൊടുത്തു. അപ്പൊ മരംവെട്ടുകാരന് സന്തോഷമായി. ജലദേവത അപ്രത്യക്ഷമായി. ഈ കഥ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അത് ശരി, എന്നെ കൊണ്ട് കഥ പറയിപ്പിക്കാനോ? കേട്ടിട്ടില്ലെന്ന് പറഞ്ഞേ.